ഇന്ന് നമുക്ക് ബെർത്ത് മാർക്ക് എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. ഗർഭിണിയായ ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് വിവാഹം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ പട്ടാളത്തിലേക്ക് പോയി. അവിടെ അവൻ ക്രൂരമർദ്ദനങ്ങളും റേപ്പുമൊക്കെ നേരിടേണ്ടി വന്നു. അതെല്ലാം സഹിച്ച് 6 മാസം കഴിഞ്ഞ് നാട്ടിലെത്തിയപ്പോഴോ ഭാര്യ 6 മാസം ഗർഭിണി. എന്നാൽ അവനാണെങ്കിലോ തൻ്റെ ഭാര്യയുടെ പ്രസവത്തിന് അവളെ ഒരു കാടിനുള്ളിലെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകും. അവിടെ പ്രകൃതിയുമായി ഇണങ്ങിയുള്ള ചികിത്സയാണ് നടക്കുന്നത്. അവൾക്കാണെങ്കിലോ കോംപ്ലിക്കേഷൻസും ഉണ്ട്. അവൾക്കവിടെ എന്ത് സംഭവിച്ചു, ആ കുഞ്ഞ് യഥാർത്ഥത്തിൽ ആരുടേതാണ് എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ നായകനായ ഡാനി തന്റെ ഗർഭിണിയായ ഭാര്യ ജെനിയെയും കൊണ്ട് പ്രസവത്തിനായി ധവന്ത്രി ബെർത്ത് വില്ലേജിലേക്ക് പോവുകയാണ്. കാടിനുള്ളിലുള്ള ഒരു ഗ്രാമമാണത്. പോകും വഴിയിൽ വണ്ടിയിലിരുന്ന് ജെനിക്കാണെങ്കിലോ ഗുളിക കഴിക്കാൻ പറ്റുന്നില്ല. കൂടാതെ വണ്ടിയുടെ ഡാഷ്ബോർഡിൽ അവൾ ഒരു ഗണ്ണിരിക്കുന്നതും കാണുന്നു. ജെനി എവിടെ പോയാലും ഈ ഗണ്ണും കൊണ്ടുപോകുന്നത് എന്തിന് എന്നൊക്കെ പറഞ്ഞ് അവനെ വഴക്ക് പറയും. ഡാനിയാണെങ്കിൽ ഒരു മിലിറ്ററി ഓഫീസറാണ്. അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് പോകും മുമ്പുള്ള വഴിയിൽ വണ്ടി നിർത്തുകയാണ്. ജെനിക്ക് കുടിക്കാനുള്ള വെള്ളമെടുക്കാൻ വണ്ടിയുടെ ഡോർ തുറന്നതോ ഒരാൾ ഡാനിയുടെ തോളിൽ പിടിക്കും. ഡാനിയാണെങ്കിൽ പേടിക്കുന്നു. അത് സെബാസ്റ്റ്യൻ എന്ന ആളായിരുന്നു. അവരെ ധവന്ത്രി ഗ്രാമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതായിരുന്നു സെബാസ്റ്റ്യൻ. പോകും വഴിയിൽ തന്നെ ജെനിക്കുള്ള ഗുളിക കഴിക്കാൻ സെബാസ്റ്റ്യൻ വെള്ളമൊക്കെ വാങ്ങി നൽകും. അങ്ങനെ അവർ ഗ്രാമത്തിലെത്തി. അവിടേക്ക് കയറും മുമ്പ് തന്നെ സെബാസ്റ്റ്യൻ ആണെങ്കിലോ അനുവാദമില്ലാതെ ഡാനിയുടെ ബാഗ് തുറക്കും. അതിൽ നിന്നും മദ്യക്കുപ്പിയും സിഗരറ്റും ഒക്കെ എടുക്കുമ്പോൾ ഡാനിയാണെങ്കിലോ സെബാസ്റ്റ്യനെ വഴക്ക് പറയും. അപ്പോൾ അവിടേക്ക് മദ്യക്കുപ്പികളോ ഗുളികകളോ ഒന്നും കൊണ്ടുപോകാനുള്ള അനുമതിയില്ല എന്ന് അവിടുത്തെ സ്റ്റാഫ് പറയുകയാണ്. ആയതിനാൽ ഡാനി താൻ കൊണ്ടുവന്ന മദ്യക്കുപ്പികളും ജെനിയുടെ ഗുളികകളും ഒക്കെ അവിടെ പറക്കി വെക്കുന്നു. മദ്യക്കുപ്പികൾ കാണുന്ന ജെനിക്ക് അത് സഹിക്കാനായില്ല. അങ്ങനെ ഗ്രാമത്തിലെത്തി പ്രസവ സംബന്ധമായ കാര്യങ്ങളൊക്കെ സംസാരിക്കും. അടുത്ത ദിവസം മുതൽ ട്രീറ്റ്മെന്റ് തുടങ്ങുവാനുള്ള എഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്യുവാനായി കൊടുക്കുന്നു. ഡാനിയാണെങ്കിലോ ജെനിയെ അവിടേക്ക് കൊണ്ടുപോയത് അവൾക്ക് പ്രസവത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ്. അവിടുത്തെ സ്റ്റാഫ് ആണെങ്കിലോ അവർക്ക് താമസിക്കുവാനുള്ള സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കും. മാത്രവുമല്ല, അന്ന് വൈകിട്ട് അവർക്ക് വേണ്ടിയിട്ട് ആ ഗ്രാമത്തിലെ അധികാരിയായ കുന്തവി ഒരു പൂജ നടത്തുന്നുണ്ട്. എത്തണമെന്നും ആ സ്റ്റാഫ് പറയും. ജെനിക്കാണെങ്കിലോ വലിയ സൗകര്യമൊന്നും ഇല്ലാത്തതിനാൽ അവിടെ ഒട്ടും ഇഷ്ടമായില്ല. അന്ന് വൈകിട്ട് അവൾ പൂജയ്ക്ക് പോകുവാനായി ഒരുങ്ങി നിൽക്കുകയാണ്. അവൾ ഉടുത്തിരുന്ന സാരി കണ്ടിട്ട് ഇതെവിടെന്ന് വാങ്ങിയതാണ് എന്നൊക്കെ അവൻ ജെനിയോട് ചോദിക്കും. അത് വിവാഹ സാരിയാണെന്ന് അവൾ മറുപടി പറയുന്നു. ഡാനിക്കാണെങ്കിലോ അതൊന്നും തന്നെ ഓർമ്മയേ ഇല്ല. ഡാനി ജെനിയുമായി സംസാരിച്ച് നിൽക്കവേ ഒരു ശബ്ദം കേട്ട് അവൻ പേടിക്കും. അതൊരു മാങ്ങ വീഴുന്ന ശബ്ദമായിരുന്നു. പേടിച്ച് മാറിയിരുന്ന ഡാനിയെ ജെനി ആശ്വസിപ്പിക്കും. കാരണം എന്തെന്നാൽ പട്ടാളത്തിലായിരുന്നപ്പോൾ യുദ്ധത്തിൽ പങ്കെടുത്ത ഡാനി ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോയി. അവിടെ അവൻ ഒരുപാട് ക്രൂരതകൾ അനുഭവിച്ചു. അതവന് ഓർമ്മ വരികയാണ്. അങ്ങനെ ഡാനി വരാത്തതിനാൽ ജെനിയാണെങ്കിലോ ഒറ്റയ്ക്കാണ് പൂജയ്ക്ക് പോയതും. കുന്തവി ജെനിയെ മദ്യത്തിരുത്തി പൂജകളൊക്കെ ചെയ്യും. അവൾക്ക് കുറെ കഴിഞ്ഞ് തലകറക്കമുണ്ടാവുകയാണ്. കുന്തവി അവളുടെ തലയിൽ കൈവച്ച് കുഞ്ഞിന് വളർച്ച വളരെ കുറവാണ്, സൂക്ഷിക്കണമെന്നും പറയും. അടുത്ത ദിവസം രാവിലെ ജെനി ഡാനിയോട് നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറയും. മാത്രമല്ല ജെനിക്ക് വയറ്റിൽ വേദനയൊന്നുമില്ല, ഇപ്പോൾ എല്ലാം സുഖമായി എന്ന് പറയുമ്പോൾ ഇതാ ഞാൻ പറഞ്ഞത്, അതുകൊണ്ടാ നിന്നെ ഇവിടേക്ക് ഞാൻ കൊണ്ടുവന്നത്. നിനക്കിവിടെ നല്ല ചികിത്സ കിട്ടുമെന്ന് ഡാനി പറയും. അതിനുശേഷം അവിടെ ആരും കാണാതെ ഒളിപ്പിച്ചു വെച്ചിരുന്ന സിഗരറ്റ് വലിക്കാനായിട്ട് ഡാനി പോയപ്പോഴോ അത് സെബാസ്റ്റ്യൻ കാണും. സെബാസ്റ്റ്യൻ അവൻ സിഗരറ്റ് വലിക്കുന്നു എന്ന് കരുതി അവനെ മണപ്പിച്ചു നോക്കുമ്പോഴോ അവൻ പണ്ട് അകപ്പെട്ടു പോയപ്പോൾ അവിടെയുള്ളവർ അവനെ റേപ്പ് ചെയ്തത് ഓർമ്മ വരും. അവൻ പേടിച്ച് പിന്നോട്ട് മാറി കയ്യിലിരുന്ന സിഗരറ്റ് സെബാസ്റ്റ്യന് നൽകുകയാണ്. മറ്റൊരു വശത്ത് ജെനിയെ അവിടെയുള്ള ഗൈനക്കോളജിസ്റ്റിനടുത്ത് കൊണ്ടുപോകും. അവരവളുടെ ഉള്ളു പരിശോധിക്കുമ്പോൾ അവൾ അതിന് സമ്മതിക്കില്ല. കാരണം ആ ഗൈനക്കോളജിസ്റ്റ് ഒരു ട്രാൻസ്ജെൻഡർ ആയിരുന്നു. അവൾ വേറെ ഗൈനക്കോളജിസ്റ്റ് ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവരെ എഗ്രിമെന്റ് മുഴുവൻ വായിച്ചു നോക്കിയിട്ടല്ലേ ഇവർ സൈൻ ചെയ്തത് എന്നൊക്കെ അവർ ചോദിക്കും. ആ എഗ്രിമെന്റ് അവർ സൈൻ ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞു മതി ട്രീറ്റ്മെന്റ് എന്ന് ആ ഒരു ഡോക്ടർ പറയുകയാണ്. കുഞ്ഞിന്റെ നട്ടലിന് പോലും വളർച്ച വന്നിട്ടില്ലെന്ന് അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഡാനി എഗ്രിമെന്റ് സൈൻ ചെയ്യും. അവരെ ഒരു സ്ത്രീയായി നീ കരുത്, അവരങ്ങനെയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ഡാനി പറഞ്ഞ് അവളെ ഉപദേശിക്കും. അങ്ങനെ അടുത്ത ദിവസം ജെനിക്ക് കഴിക്കുവാനുള്ള ഗുളികകൾ കൊണ്ടുവരും. അതിൽ 2 എണ്ണം ജെനിക്കും 1 കുഞ്ഞിന്റെ വളർച്ചയ്ക്കുമായിരുന്നു. ഡാനിയാണെങ്കിലോ കുഞ്ഞിന്റെ വളർച്ചയ്ക്കുള്ള ഗുളിക എടുത്ത് മാറ്റും. അതേസമയം ജെനി പ്രെയർ റൂമിലായിരുന്നു. ആ റൂമിലെത്തിയ ഡാനിക്ക് താൻ പണ്ട് അനുഭവിച്ച കഷ്ടപ്പാടുകളൊക്കെ ഓർമ്മ വരും. ജെനിക്ക് വേണ്ട എക്സസൈസുകളൊക്കെ ഗൈനക്കോളജിസ്റ്റായ ആശ നൽകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി ഡാനിയുമായി സംസാരിച്ചിരിക്കുകയാണ് ജെനി. നിന്റെ കൂട്ടുകാരൊക്കെ വിവാഹത്തിന് വന്നോ, അവരെയൊന്നും എനിക്ക് പരിചയപ്പെടുത്തി തരാത്തത് എന്ത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരാൾ വന്നില്ല, ജെയിംസ്. അവനൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. നിങ്ങൾ പട്ടാളത്തിലേക്ക് പോയി കഴിഞ്ഞാണ് അവൻ എന്നെ കാണാൻ വന്നത്. അന്ന് ഒരുപാട് ലേറ്റ് ആയതിനാൽ പിറ്റേ ദിവസമാണ് അവൻ പോയതെന്നും പറയും. അത് കേട്ട ഡാനി ഒന്നും മിണ്ടിയില്ല.
അതിനുശേഷം അവൻ ജീപ്പും എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ജീപ്പ് കംപ്ലൈന്റ് ആകും. ഒരു വഴിയുമില്ലാതെ നിൽക്കുമ്പോൾ സെബാസ്റ്റ്യൻ അതുവഴി പോകുന്നു. ഡാനിയുടെ ജീപ്പ് കെട്ടിവലിച്ചു കൊണ്ടുപോകാമെന്ന് സെബാസ്റ്റ്യൻ തീരുമാനിക്കും. പക്ഷേ സെബാസ്റ്റ്യന്റെ സംസാരമൊന്നും ഇഷ്ടമായാത്ത ഡാനിയാണെങ്കിലോ അവനെ ചീത്ത വിളിക്കുകയാണ്. എന്നാൽ സെബാസ്റ്റ്യൻ ആണെങ്കിലോ സോറി പറഞ്ഞാലേ വണ്ടി കൊണ്ടുപോകൂ എന്നായി. ഒടുവിൽ വേറെ വഴിയില്ലാത്ത ഡാനി സോറി പറയും. എങ്കിലും ഡാനിയുടെ മനസ്സിൽ മുഴുവൻ പകയാണ്. മറ്റൊരു വശത്ത് ജെനിക്ക് ഗുളികയുമായി സ്റ്റാഫ് എത്തുകയാണ്. 3 ഗുളിക കാണുമ്പോഴോ 2 ഉള്ളൂ, ഇതെന്താ 3 ഗുളിക എന്ന് ചോദിക്കും. അതെന്നും തരുന്നതാണ്, കുഞ്ഞിന്റെ വളർച്ചയ്ക്കുള്ളതാണ്, ചേച്ചിക്ക് ഹസ്ബൻഡ് തരാറില്ലേ എന്നവൾ ചോദിക്കുമ്പോൾ ഉണ്ട്, മറന്നു പോയതാണ് എന്നവൾ കള്ളം പറയും. ജെനിക്ക് നല്ല സംശയമായി. അതേസമയം ഡാനി റൂമിലേക്ക് വരികയാണ്. ഡാനിയോട് ഗുളിക എടുത്ത് തരുവാനായി പറയുമ്പോഴും വളർച്ചയ്ക്കുള്ള ഗുളിക മാറ്റിവെച്ചിട്ടാണ് അവൻ നൽകിയത്. ജെനിക്ക് കാര്യം മനസ്സിലായി. അടുത്ത ദിവസം എക്സസൈസിന് പോകാനായി ജെനി ഡാനിയെ വിളിക്കും. അവനാണെങ്കിലോ മനസ്സില്ലാ മനസ്സോടെ അവളോടൊപ്പം പോവുകയാണ്. ജെനിയുടെ വയറ് മസാജ് ചെയ്യുമ്പോഴും നമ്മുടെ കുഞ്ഞിന് എന്ത് പേരിടണമെന്ന് അവൾ ചോദിക്കും. എനിക്കറിയില്ല എന്ന് പറഞ്ഞവൻ വയറ്റിൽ അമർത്തുവാനായും തുടങ്ങി. ഒരു ഭ്രാന്തനെ പോലെ അവൾ വേദനിച്ച് അവനെ തള്ളിമാറ്റി. അവൻ പുറത്തു വരുമ്പോഴോ സെബാസ്റ്റ്യനുമായി പ്രശ്നമുണ്ടാകും. ബഹളം കേട്ട ജെനി പുറത്തിറങ്ങി ഡാനിയെ പിടിച്ചുമാറ്റി റൂമിലേക്ക് കൊണ്ടുപോകും. ഡാനി ഒരു ഭ്രാന്തനെ പോലുള്ള അവസ്ഥയിലായിരുന്നു. അടുത്ത ദിവസം ജെനിക്ക് പ്രസവിക്കേണ്ട രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. മാത്രവുമല്ല, എന്നാണ് അവൾ പ്രസവിക്കുന്നത് എന്നൊക്കെയുള്ള ഡേറ്റ് ഡാനി മുൻകൂട്ടി ചോദിച്ച് മനസ്സിലാക്കിയ കാര്യം ആശ പറയും. ജെനിക്ക് എന്തൊക്കെയോ സംശയമായി. മാത്രമല്ല, ഡാനിയോട് കുഞ്ഞിനോട് അച്ഛൻ സംസാരിക്കണം എന്നൊക്കെ ആശ പറയുമ്പോൾ അതിന് താല്പര്യമില്ലാത്ത ഡാനി ഇറങ്ങിപ്പോകും. പോകും വഴി സെബാസ്റ്റ്യനെ കാണുന്നു. ദേഷ്യം മനസ്സിലുണ്ടായിരുന്ന ഡാനി സെബാസ്റ്റ്യനെ തല്ലുകയും തോക്കു ചൂണ്ടി സെബാസ്റ്റ്യനെ കുഴിച്ചിടാനുള്ള കുഴി അവനെ കൊണ്ട് തന്നെ എടുപ്പിക്കും. പിന്നീട് എന്തായി എന്ന് കാണിക്കുന്നില്ല. അന്ന് രാത്രി ഡാനി റൂമിലെത്തിയില്ല. അടുത്ത ദിവസം അവനെ തിരക്കി ഇറങ്ങുകയാണ് ജെനി. അപ്പോൾ അവിടേക്ക് ക്ലീൻ ഷേവൊക്കെ ചെയ്ത് സുന്ദരനായി ഡാനി വന്ന് ജെനിയെയും എടുത്ത് റൂമിലേക്ക് പോകുന്നു. റൂമിലെത്തിയപ്പോൾ നീ എവിടെ പോയെന്ന് ജെനി ചോദിക്കും. അത് ഈ ഗുളിക വാങ്ങാനാണ് എന്ന് പറഞ്ഞ് അവർ കുഞ്ഞിന്റെ വളർച്ചയ്ക്കുള്ള ഗുളിക മാത്രമാണ് നൽകുന്നത്, നിന്റെ ആരോഗ്യത്തിനുള്ളതല്ല. ഈ ഗുളിക നിന്റെ ആരോഗ്യത്തിന് വേണ്ടിയുള്ളതാണ് എന്ന് പറഞ്ഞൊരു ഗുളിക നൽകും. അത് കേൾക്കുന്ന ജെനിക്ക് ഡാനിക്ക് കുഞ്ഞിനേക്കാൾ വലുത് അവളാണെന്ന് മനസ്സിലായി. അവൾക്ക് വേണ്ടി എന്തിനും അവൻ മടിക്കില്ലെന്നും അവൾക്ക് മനസ്സിലായി. മാത്രമല്ല, ഡാനി പോയതിൽ പിന്നെ സെബാസ്റ്റ്യനെ അവിടെ കാണുന്നതേയില്ല. ഡാനി അവനെ കൊന്നു എന്ന് മനസ്സിലാക്കാം. അന്ന് രാത്രി ജനലടയുന്ന ശബ്ദം കേട്ട് ജെനി എഴുന്നേക്കും. അപ്പോൾ അവിടെ ഡാനിയുടെ ഡയറി ഇരിക്കുന്നത് കാണുന്നു. അതിൽ ആ കുഞ്ഞ് എന്റെ അല്ല, ആ കുഞ്ഞ് ജനിച്ചയുടൻ തന്നെ അതിനെ കൊല്ലണം, എന്നിട്ട് ജെനിയുമായി ഒരു നല്ല ജീവിതം എനിക്ക് ആരംഭിക്കണം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നതും. അത് കണ്ട ജെനിക്ക് ആകെ സങ്കടവും പേടിയുമാകാനായി തുടങ്ങി. അടുത്ത ദിവസം പ്രെയർ റൂമിലെത്തിയ ഡാനിയെ ജെനി തോക്കു ചൂണ്ടി വിരട്ടും. നീ എന്തിനു കുഞ്ഞിനെ കൊല്ലുവാൻ നോക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അതെന്റെ കുഞ്ഞല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞ് ആദ്യ രാത്രി നമുക്കിടയിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അടുത്ത ദിവസം ഞാൻ തിരികെ പോയി. അവിടെ ഞാൻ ക്രൂരമായി പീഡനവും മർദ്ദനവും സഹിച്ച് മരിക്കാതെ തിരികെ വന്നത് നീയുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ടാണ്. അപ്പോൾ നീ ഗർഭിണി, ഇതെന്റെ കുഞ്ഞല്ല എന്ന് പറയും. അത് കേട്ട ജെനിയാണെങ്കിലും കരഞ്ഞുകൊണ്ട് ആദ്യ രാത്രി നീ മദ്യപിച്ചാണ് എത്തിയത്, അന്ന് നമ്മൾ ബന്ധപ്പെട്ടിരുന്നു, പക്ഷെ നിനക്ക് മദ്യപിച്ചതിനാൽ ഒന്നും ഓർമ്മയില്ല എന്നൊക്കെ പറയുമ്പോൾ അവൻ വിശ്വസിക്കില്ല. അതേസമയം തോക്ക് പിടിച്ചു വാങ്ങിയ ഡാനി അതിലെ 2 ബുള്ളറ്റുകൾ കാണിക്കും. ബോയ് ഗേൾ എന്ന് എഴുതിയിരുന്നതായിരുന്നു. ആണായാലും പെണ്ണായാലും ഞാൻ അതിനെ കൊല്ലും, നീ ആരോടെങ്കിലും ഇത് പറഞ്ഞാൽ അവരെയും കൊല്ലുമെന്ന് ഒരു സൈക്കോയെ പോലെ ഡാനി പറയും. എന്നാൽ ജെനിയാണെങ്കിലോ റൂമിലേക്ക് എത്തും. അവൾക്ക് നല്ല പ്രസവ വേദന വരികയാണ്. ഡാനി അപ്പോൾ അവിടെ എത്തുമ്പോൾ ഡാനിയെ തള്ളിവിട്ടിട്ട് ആ ഒരു കുടിലിന് തീയും കൊളുത്തിയിട്ട് കുടിലിന്റെ ഡോറും പൂട്ടി അവൾ പുറത്തേക്ക് ഓടും. ഡാനി അവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജെനിക്ക് പിന്നാലെ പോവുകയാണ്. ജെനിക്ക് ഒരു ഘട്ടത്തിൽ പ്രസവ വേദന കടുക്കുകയാണ്. എന്നാൽ കുടില് കത്തുന്നത് കണ്ട് ആശയും സ്റ്റാഫും അവരതിനുള്ളിൽ മരിച്ചുവെന്ന് കരുതി. പക്ഷേ ഡാനിക്കാണെങ്കിലോ ഫസ്റ്റ് നൈറ്റ് ഒക്കെ ഓർമ്മ വരുന്നു. അന്നവർ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതും അവനപ്പോൾ മദ്യപിച്ചിരുന്നതും ഒക്കെ അവന് ഓർമ്മ വരും. ഡാനിക്കത് തന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാകുന്നു. അതോടെ ഡാനി ജെനിയെ പ്രസവിക്കുവാനായും സഹായിക്കും. അവിടെയുള്ള പുഴയിലേക്കിറക്കി അവളെ പ്രസവിപ്പിക്കും. ഡാനിയാണെങ്കിലോ ഒരു കത്തി എടുക്കുന്നത് കണ്ട ജെനി പേടിക്കുകയാണ്. പക്ഷേ അത് കുഞ്ഞിന്റെ പൊക്കിൾ കൊടി കട്ട് ചെയ്യുവാനായിട്ടുള്ളതായിരുന്നു. അതവൻ ചെയ്യുകയാണ്. എന്നാൽ കുഞ്ഞിന് അനക്കമില്ല. ആ കുഞ്ഞ് മരണപ്പെട്ടു എന്നവൾ കരുതി ഒരുപാട് കരയും. ഡാനി കുഞ്ഞിന്റെ ദേഹത്ത് കൈവയ്ക്കുമ്പോൾ കുഞ്ഞിന് ജീവൻ വരികയാണ്. ഡാനി ഒരുപാട് കരയും. തന്റെ തെറ്റിദ്ധാരണകളൊക്കെ മനസ്സിലാക്കി തന്റെ കുഞ്ഞിനെയും ജെനിയെയും ചേർത്ത് പിടിച്ച് കരയുകയാണ് ഡാനി. അവരുമൊത്ത് പുതിയ ജീവിതം ആരംഭിക്കുവാൻ പോകുന്ന ഡാനിയെ കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത സിനിമയുടെ കഥയുമായി കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.